പൊങ്കാല. എല്ലാവർക്കും പൊങ്കാല ആശംസകൾ. എല്ലാവരും പൊങ്കാലയ്ക്കുള്ള ഒരുക്കങ്ങളിലും തിരക്കിലുമൊക്കെ ആയിരിക്കും. അപ്പോൾ ഈ പൊങ്കാലയുടെ ഐതിഹ്യം അല്ലെങ്കിൽ ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യത്തെക്കുറിച്ച് പറയാനാണ് ഞാൻ വന്നിരിക്കുന്നത്. അപ്പം ഞാനത് പറയാം. ഇളങ്കോ അടികൾ രചിച്ച ചിലപ്പതികാരത്തിലെ കണ്ണകി ആറ്റുകാൽ ദേവിയായി മാറിയെന്നാണ് ഐതിഹ്യം. മധുര നഗരം ചുട്ടരിച്ച് കേരളത്തിലേക്ക് വന്ന കണ്ണകി ആദ്യം ആറ്റുകാലിലും പിന്നീട് കൊടുങ്ങല്ലൂരിലും ദേവീരൂപം പ്രാപിച്ചു എന്നാണ് വിശ്വാസം. മധുരയിൽ താമസിച്ചിരുന്ന ദമ്പതിമാരാണ് കോവലനും കണ്ണകിയും. നിത്യവൃത്തിക്കു നിവൃത്തിയില്ലാതെ കോവലൻ കണ്ണകിയുടെ കാൽച്ചിലമ്പ് വിൽക്കാൻ കൊണ്ടുപോയി. ഈ സമയം രാജ്ഞിയുടെ ചിലമ്പും മോഷണം പോയിരുന്നു. മധുരയിലെ സ്വർണ്ണവിൽപ്പനക്കാരൻ തൻ്റെ കള്ളം മറച്ചുവെക്കാൻ രാജ്ഞിയുടെ ചിലമ്പ് മോഷ്ടിച്ചതായി ചിത്രീകരിച്ച് കോവലനെ രാജസന്നിധിയിൽ എത്തിച്ചു. അവിടെ വെച്ച് രാജാവ് മോഷണക്കുറ്റം ചുമത്തി കോവലനെ വധിച്ചു. ഭർത്താവിൻ്റെ മരണവാർത്ത അറിഞ്ഞ കണ്ണകി സംഹാരരുദ്രയായി. തൻ്റെ ഇടതുമുല വലങ്കൈ കൊണ്ട് പറിച്ചെടുത്ത് അഗ്നിയെ സൃഷ്ടിച്ചു. ആ തീയിൽ പാണ്ഡ്യരാജധാനിയായ മധുര നഗരം വെന്തു ചാമ്പലായി. പിന്നെ വൈഗാ നദി കടന്ന് കണ്ണകി കേരളത്തിലേക്ക് വന്നുവെന്നാണ് വിശ്വാസം. ആറ്റുകാലിലെ മുല്ലുവീട്ടിലെ കാരണവർക്കുണ്ടായ സ്വപ്ന ദർശനമാണ് ആറ്റുകാൽ ക്ഷേത്രോത്പത്തിക്ക് പിന്നിൽ. കിള്ളിയാറ്റിൽ സന്ധ്യാവന്ദനത്തിന് പോയ കാരണവർ മറുകരയിൽ ഒരു ബാലികയെ കരഞ്ഞുകൊണ്ട് നിൽക്കുന്നത് കണ്ടു. മറുകരയിലേക്ക് നീന്തിയെത്തിയ അദ്ദേഹം ആ ബാലികയെ തൻ്റെ വീട്ടിലേക്ക് കൊണ്ടുപോയി. വീട്ടിലെത്തി എന്നാൽ കുട്ടി ദേവീ സ്വരൂപം പ്രാപിക്കുന്ന കാഴ്ചയാണ് അദ്ദേഹത്തിന് കാണാനായത്. കൂടാതെ തൊട്ടടുത്തുള്ള കുറ്റിക്കാട്ടിലെ പവിഴമല്ലിയുടെ ചുവട്ടിൽ ദേവീ പ്രതിഷ്ഠ നടത്തണമെന്ന സൂചനയും സ്വപ്നദർശനത്തിലുണ്ടായിരുന്നു. തുടർന്നാണ് ക്ഷേത്രം പണി കഴിപ്പിച്ചതും വിഗ്രഹപ്രതിഷ്ഠ നടത്തിയത്. വരിക്കപ്ലാവിൻ്റെ കാതലിൽ സ്വർണം പൂശിയ വിഗ്രഹമാണ് ആറ്റുകാലിലേത്. ആറ്റുകാലമ്മ ആദ്യമെത്തിയ മുല്ലുവീടിൻ്റെ പൂമുഖം ഇപ്പോഴും ക്ഷേത്രത്തിനു സമീപത്തെ ദേവീവിലാസം NSS കരയോഗം ഹാളിൽ സൂക്ഷിച്ചിരിക്കുന്നു. ഇതാണ് ആറ്റുകാൽ ക്ഷേത്രത്തിൻ്റെ ഐതിഹ്യം. അറിഞ്ഞൂടാത്തവർക്ക് വേണ്ടി ചെറുതായി പറഞ്ഞതേ ഉള്ളൂ. താങ്ക് യു.